കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അകാൽ മൃത്യു കഹാനിയുടെ എസ്സേ ആണ് നോക്കിയത്. ഈ പ്രാവശ്യം ദോ യാ തീൻ വാക്യോं में उत्तर लिखिए. अमृतलाल उर्फ इम्मी कौन था? किस खेल में वह समर्थ था? അമൃതലാൽ ഉർഫ് ഇമ്മി ആരായിരുന്നു? കിസ് ഖേൽ മേ വഹ സമർത്ഥത, ഏത് കളിയിലായിരുന്നു അവൻ സമർത്ഥനായിരുന്നത്? അമൃതലാൽ ലേഖക കെ സാത്ത് സ്കൂൾ മേ നവീൻ കക്ഷാ മേ പഠിതാ ഥാ. അമൃതലാൽ ലേഖകനോടൊപ്പം 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു. പ്യാർ സെ സബൂസെ ഇമ്മി കഹത്തെ थे, സ്നേഹത്തോടെ എല്ലാവരും അവനെ ഇമ്മി എന്ന് വിളിച്ചിരുന്നു. ഇമ്മി ഫുട്ബോൾ കാ ബഹുത് അച്ഛാ ഖിലാഡി ഥാ. ഇമ്മി ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. नेक्स्ट क्वेश्चन, स्कूल की फीस माफ करवाने का निवेदन देने पर अधिकारियों ने उससे क्या कहा, तब उसने क्या किया? സ്കൂളിലെ ഫീസ് ഇളവ് ചെയ്യാനുള്ള അപേക്ഷ നൽകിയപ്പോൾ അധികാരികൾ അവനോട് എന്ത് പറഞ്ഞു? തബ് ഉസ്നെ ക്യാ കിയ, അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഫീസ് മാഫ് करवाने का निवेदन देने पर अधिकारियों ने उससे कहा कि जिस दिन उसका चयन राज्य स्तरीय टीम में हो जाएगा उसकी फीस माफ कर दी जाएगी. फीस माफ करवाने का निवेदन देने पर, ഫീസ് ഇളവ് ചെയ്ത് കിട്ടുന്നതിനുള്ള ആപ്ലിക്കേഷൻ നൽകിയപ്പോൾ അധികാരിയും ने उससे कहा कि, അധികാരികൾ അവനോട് പറഞ്ഞു, ജിസ് ദിൻ ഉസ്കാ ചയൻ, ചയൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ്, രാജ്യസ്തരീയ ടീമേം ഹോ ജായേഗ, അപ്പോൾ രാജ്യസ്തരീയ ടീമിൽ ദേശീയ ടീമിൽ പങ്കെടുക്കാൻ സാധിക്കുമ്പോൾ ഉസ്കി ഫീസ് അതായത് സംസ്ഥാനതല ടീമിലേക്ക് പങ്കെടുക്കുമ്പോൾ ഉസ്കി ഫീസ് മാഫ് കർ ദി ജായേഗി, അവൻ്റെ ഫീസ് ഇളവ് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞു. തബ് ഇമ്മി സ്കൂൾ കെ ബാദ് അന്ധേര ഹോനെ തക് സ്കൂൾ കെ മൈതാൻ മേ ഫുട്ബോൾ ഖേൽത്താ രഹതാ. അപ്പോൾ ഇമ്മി സ്കൂൾ കെ ബാദ്, സ്കൂൾ സമയത്തിന് ശേഷം അന്ധേര ഹോനെ തക്, ഇരുട്ടാകുന്നത് വരെ സ്കൂൾ കെ മൈതാൻ പർ ഫുട്ബോൾ ഖേൽത്താ രഹതാ, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു രാത്രിയാകുന്നവരെ. ചാഹെ അകേല ഹോ യാ ദൗड़ते हुए मैदान के ചക്കർ ലഗാത്ത രഹത, ഒറ്റയ്ക്ക്, അതുപോലെ ദൗड़ते हुए मैदान के ചക്കർ ലഗാത്ത രഹത, ഓടി മൈതാനത്തിന് ചുറ്റും വട്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നു. नेक्स्ट क्वेश्चन, बाल किशन और राधेश्याम का सुझाव क्या था? അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളായ ബാൽകിഷന്റെയും രാധേശ്യാമിൻ്റെയും നിർദ്ദേശം എന്തായിരുന്നു? इम्मी के पिता की मृत्यु के तीसरे दिन बालकिशन और राधेश्याम ने कक्षा के सभी छात्रों से कहा कि उन्हें इम्मी के घर बैठने जाना चाहिए. इम्मी के पिता की मृत्यु के तीसरे दिन, ഇമ്മിയുടെ പിതാവിൻ്റെ മരണത്തിൻ്റെ 3ാമത്തെ ദിവസം ബാൽകിഷൻ അവർ രാധേശ്യാമിനെ, ക്ലാസ്സിലെ മുതിർന്ന കുട്ടികളായ ബാൽകിഷനും രാധേശ്യാമും കക്ഷാ കെ സഭി ഛാത്രോം സെ കഹ, ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് പറഞ്ഞു, ഉനി ഇമ്മി കെ ഘർ ബൈഠനെ ജാനാ ചാഹിയെ, ഇമ്മിയുടെ വീട്ടിലൊന്നിരിക്കാൻ പോകണം എന്ന് പറഞ്ഞു. ബൈഠനെ ജാനെ കാ മതലബ് ഥാ അഫസോസ് പ്രകട് കർണേ ജാന, ഇരിക്കാൻ പോകുക എന്നുള്ളതിൻ്റെ ആശയം ഇതാണ്, അനുശോചനം പ്രകടിപ്പിക്കുക. കക്ഷാ കെ സഭി ഛാത്ര യഹി ചാഹത്തെ थे, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇത് ആഗ്രഹിച്ചിരുന്നു. അഥ ബാൽകൃഷ്ണ और രാധേശ്യാം കെ സുझाव से सब सहमत थे, അതുകൊണ്ട് ബാൽകൃഷ്ണൻ്റെയും രാധേശ്യാമിൻ്റെയും നിർദ്ദേശത്തോടെ എല്ലാവരും ഒത്തുചേർന്നു, എല്ലാവരും അതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചു. इम्मी के घर जाने के बारे में अशोक का सुझाव क्या था? वह क्यों अस्वीकार किया गया? ഇമ്മിയുടെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് അശോകന്റെ നിർദ്ദേശം എന്തായിരുന്നു? വഹ് ക്യൂ അസ്വീകാർ കിയാ ഗയ, എന്തുകൊണ്ടാണ് ആ നിർദ്ദേശം സ്വീകരിക്കപ്പെടാതിരുന്നത്? अशोक का सुझाव था कि सब छात्र सफेद कपड़े पहनकर इम्मी के घर जाए. അശോകന്റെ നിർദ്ദേശം ഇതായിരുന്നു, എല്ലാ കുട്ടികളും സഫേദ് കപ്പടെ പഹൻകർ, വെളുത്ത വസ്ത്രം ധരിച്ച് ഇമ്മി കെ ഘർ ജായെ, ഇമ്മിയുടെ വീട്ടിൽ പോകണം. यह सुझाव इसलिए अस्वीकार किया गया कि एक तो सबके पास सफेद पैंट शर्ट नहीं थे. അപ്പോൾ ഈ നിർദ്ദേശം സ്വീകരിക്കപ്പെടാതിരുന്നത് ഒന്നാമത്തെ കാര്യം, സബ്കെ പാസ് സഫേദ് പാൻറ് ഷർട്ട് നഹി थे, എല്ലാവരുടെയും പക്കൽ വെളുത്ത പാൻറ് ഷർട്ട് ഉണ്ടായിരുന്നില്ല. दूसरी बात, स्कूल की छुट्टी के बाद सीधे इम्मी के घर जाना ज़्यादा
സുവിധാജനക് ഥാ. മറ്റൊരു കാര്യം, സ്കൂൾ की छुट्टी के बाद സ്കൂൾ സമയത്തിന് ശേഷം ഇമ്മി के घर जाना ज़्यादा सुविधाजनक था. എല്ലാവർക്കും കൂടുതൽ സൗകര്യപ്രദമായത് ഇതായിരുന്നു. അതായത് സ്കൂൾ സമയത്തിന് ശേഷം ഇമ്മിയുടെ വീട്ടിലേക്ക് പോവുക എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്മി के घर की हालत कैसी थी. എന്തായിരുന്നു ഇമ്മിയുടെ വീട്ടിലെ അവസ്ഥ? ഇമ്മി का घर खूब सारे पेड़ों से घिरा एक खंडहरनुमा लेकिन हवादार एक मंजिला मकान था. ധാരാളം മരങ്ങളാൽ ചുറ്റപ്പെട്ട, മരങ്ങളാൽ വലയം ചെയ്യപ്പെട്ട, ഇടിഞ്ഞു പൊളിഞ്ഞ എന്നാൽ വായു സഞ്ചാരമുള്ള ഒരു നില കെട്ടിടമായിരുന്നു ഇമ്മിയുടെ വീട്. ഉസ് സമയ് വഹ് ഘർ സൂനാസ പടാഥ. ആ സമയത്ത് ആ വീട് ശൂന്യമായി കിടക്കുകയായിരുന്നു. ഘർ കി ദശാസെ ഗരീബി കി പതാ ചൽത്താ ഥാ. വീടിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ ദാരിദ്ര്യം വ്യക്തമാവും. इम्मी ने अपने सहपाठियों का सत्कार कैसे किया. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്മി ने अपने सहपाठियों का सत्कार कैसे किया. ഇമ്മി എങ്ങനെയാണ് സഹപാഠികളെ സൽക്കരിച്ചത്? अपने सहपाठियों को इम्मी ने अमरूद खिलाया. തൻ്റെ സുഹൃത്തുക്കൾക്ക് ഇമ്മി അമരൂദ് പേരയ്ക്ക നൽകി. കുച്ച് അമരൂദ് തോത്തോം കെ കുതിരെ ഹുയേ थे. കുറച്ച് പേരയ്ക്കകൾ തത്തകൾ തുളച്ചതായിരുന്നു. वह एक एक अमरूद फेंकता गया और सहपाठी ക്യാച്ച് करते गए. അവൻ ഓരോരോ പേരയ്ക്കയായിട്ട് കൂട്ടുകാർക്ക് എറിഞ്ഞു കൊടുത്തു. അവർ ക്യാച്ച് ചെയ്തുകൊണ്ടിരുന്നു. നെക്സ്റ്റ്, ഫുട്ബോൾ के खेल जारी न रखने के बारे में इम्मी का क्या मत है. ഫുട്ബോൾ കളി തുടരാതിരിക്കുന്നതിനെ കുറിച്ച് ഇമ്മിയുടെ അഭിപ്രായം എന്തായിരുന്നു? ഇമ്മി കാ മത് ഹേ കി ഫുട്ബോൾ സെ റോട്ടി നഹി മിൽത്തി. അപ്പോൾ ഇമ്മി പറയുന്നതാണ് ഫുട്ബോൾ സെ റോട്ടി നഹി മിൽത്തി. ഫുട്ബോൾ കൊണ്ട് ആഹാരം കിട്ടില്ല എന്നാണ് ഇമ്മി പറഞ്ഞത്. कोई कितना ही बड़ा प्लेयर हो जाए, रोजी रोटी के लिए उसे कोई काम धंधा करना ही पड़ता है. അപ്പോൾ ആരെത്ര വലിയ കളിക്കാരനായിരുന്നാലും ശരി, ഉപജീവനത്തിന് വേണ്ടിയിട്ട് കാം ധന്ത കർണാഹി പടുത്താ ഹെ, എന്തെങ്കിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഉപജീവനത്തിനായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് ഇമ്മി പറയുന്നത്. അപ്പോൾ ഫുട്ബോൾ के खेल जारी न रखने के बारे में इम्मी का मत यानी अभिप्राയം. അപ്പോൾ इम्मी का मत है कि फुटबॉल से रोटी नहीं मिलती. कोई कितना ही बड़ा प्लेयर हो जाए, रोजी रोटी के लिए कोई काम धंधा करना ही पड़ता है. ആരെത്ര വലിയ കളിക്കാരനായാലും ശരി, ഉപജീവനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യേണ്ടതായി വരും. नेक्स्ट, पिताजी की मृत्यु पर अफसोस प्रकट करने के लिए आए सहपाठियों से इम्मी ने क्या क्या पूछी. അപ്പോൾ പിതാവിൻ്റെ മരണത്തിൽ അനുശോചനം പ്രകടിപ്പിക്കാനെത്തിയ സഹപാഠികളോട് ഇമ്മി എന്തൊക്കെയാണ് ചോദിച്ചത്? ഇമ്മി കാ ഘർ ഖണ്ഡഹർനുമാ ഏക് മഞ്ചില മകാൻ ഥ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്മിയുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടാവശിഷ്ടം പോലെയുള്ള ഒറ്റ നില കെട്ടിടമായിരുന്നു. ഘർ കി ഹാലത് മേ ഗരീബി സ്പഷ്ട ദേഖി ജാ സക്തി ഹെ. വീടിൻ്റെ അവസ്ഥ കണ്ടാൽ ദാരിദ്ര്യം വ്യക്തമാക്കുന്നതായിരുന്നു. ജബ് സഹപാഠിയായ തബ് ഇമ്മി അപ്പനെ നാപ്സെ കഹി ഛോട്ടാ പൈജാമ കുർത്ത പഹനെ ഥ. അപ്പോൾ സഹപാഠികൾ വന്നപ്പോൾ ഇമ്മി അപ്പനെ നാപ്പ് എന്ന് പറഞ്ഞാൽ അളവ്, നാപ്സെ കഹിൻ ചോട്ട, തൻ്റെ അളവിലും ചെറുതായ ഒരു പൈജാമ കുർത്തയാണ് ധരിച്ചിരുന്നത്. मित्रों को देखते ही उसने कहा कि उसको विश्वास था कि स्कूल से जरूर कोई ना कोई आएगा. അപ്പം കൂട്ടുകാരെ കണ്ടപ്പോഴേ അവൻ പറഞ്ഞു, അവന് വിശ്വാസം ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് തീർച്ചയായും ആരെങ്കിലും വരും എന്ന് അവൻ കരുതിയിരുന്നു. फिर अपना दुख भूलने का प्रयास करते हुए उसने स्कूल का हाल पूछा. അതിനുശേഷം ദുഃഖം മറക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട്, അതായത് അവരുടെ മുമ്പിൽ വെച്ച് സങ്കടം കാണിക്കാൻ പറ്റില്ല, അവൻ മുതിർന്ന കുട്ടിയാണല്ലോ, അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് സങ്കടം കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് സ്കൂളിൻ്റെ അവസ്ഥ ചോദിച്ചു. സ്കൂൾ കാ ഹാൽ പൂച്ച ജൈസെ കൽ ഗണിത് കാ ടെസ്റ്റ് ഹുവാ ഥാ ക്യാ. ഇന്നലെ കണക്കിൻ്റെ ടെസ്റ്റ് നടന്നോ? ഗഹ്ലോത് സാർ കെ ക്യാ ഹാൽ ഹേ ആദി. ഗഹ്ലോത് സാർ എന്തു പറയുന്നു, ഗഹ്ലോത് സാറിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചു. इसके दौरान उसने अपनी हालत पर सोचते हुए कहा कि स्टेट में सेलेक्ट करवा देते तो उसे कम से कम जूता और जर्सी तो मिल जाती. अब इसके दौरान उसने अपनी हालत पर सोचते हुए, ഇതിനു ശേഷം സ്വന്തം അവസ്ഥയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, സ്റ്റേറ്റ് में सेलेक्ट करवा देते तो
അപ്പോൾ സ്റ്റേറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടിയാൽ, സംസ്ഥാനത്തിൻ്റെ ടീമിൽ സെലക്ഷൻ കിട്ടിയാൽ കംസേ കം ജൂത്ത ഒരു ജേഴ്സി തോ മിൽ ജാത്തി, കുറഞ്ഞ പക്ഷം ചെരുപ്പും ജേഴ്സിയെങ്കിലും കിട്ടുമല്ലോ. അധികാരിയും കി ഫർമായിഷ് തോ ഹി ഗരീബ് ഹെ, ഈ അധികാരികളുടെ തീരുമാനങ്ങളെല്ലാം വളരെ വിചിത്രമാണ്. ഫിർ ഇമ്മിനെ കഹാ കി ഉസ്കി ഗണിത് കി കോപ്പി ഭാർഗവ് കെ പാസ് ഹെ, അപ്പോൾ അതിനുശേഷം പറഞ്ഞു ഉസ്കി ഗണിത് കി കോപ്പി ഭാർഗവ് കെ പാസ് ഹെ, എൻ്റെ ഗണിതത്തിൻ്റെ കോപ്പി ഭാർഗവിൻ്റെ കയ്യിലാണ്. उसने आए हुए मित्रों से कहा कि वे भार्गव से कहे कि वह കോപ്പി अपने ही पास वह रख ले. അപ്പോൾ വന്ന സുഹൃത്തുക്കളോട് പറയാണ്, ഭാർഗവനോട് പറയൂ ആ കോപ്പി അവൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചോളൂ. അബ് ഇമ്മി കോയി ഉസ്കി ജരൂരത്ത് നഹി പടേഗി, ഇമ്മിക്ക് ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിതാജി की मृत्यु के बाद इम्मी के सामने स्कूली शिक्षा का दरवाज़ा സദാ के लिए बंद हुआ. പിതാവിൻ്റെ മരണത്തിന് ശേഷം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വാതിലുകൾ ഇമ്മിയുടെ മുൻപിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു കഴിഞ്ഞു. नेक्स्ट क्वेश्चन, पिताजी की मृत्यु के बाद अपने भविष्य के बारे में इम्मी का फैसला क्या था? പിതാവിൻ്റെ മരണശേഷം തൻ്റെ ഭാവിയെക്കുറിച്ച് ഇമ്മിയുടെ തീരുമാനം എന്തായിരുന്നു? बातचीत के सिलसिले में मज्जू ने इम्मी से पूछा कि वह स्कूल कब आएगा. സംസാരമധ്യേ ഇമ്മിയോട് മജ്ജു ചോദിച്ചു എന്നാണ് സ്കൂളിലേക്ക് വരിക. ജവാബ് के रूप में इम्मी ने कहा कि वह अब स्कूल नहीं आएगा. മറുപടിയായിട്ട് ഇമ്മി പറഞ്ഞത് അവൻ ഇനി സ്കൂളിലേക്ക് വരില്ല. तब राधेश्याम ने पूछा कि तो फिर वह क्या करेगा? അപ്പോൾ രാധേശ്യാം ചോദിച്ചു പിന്നെന്ത് ചെയ്യും? इम्मी ने कहा कि वह सब्जी का ठेला लगाएगा. അപ്പോൾ ഇമ്മി പറഞ്ഞു അവൻ പച്ചക്കറി വിൽപ്പന നടത്തും. ജഹാം ഉസ്കെ ബാവുജി ലഗാത്തെ थे ഭണ്ഡാരി മിൽക്കെ സാമനെ, എവിടെയാണോ ബാവുജി അവൻ്റെ പിതാവ് പച്ചക്കറി വിറ്റിരുന്ന ഭണ്ഡാരി മില്ലിൻ്റെ സമീപത്ത്. ഉസ്കെ കാക്ക ഗാവ് മേ സബ്ജി ലാത്തെ ഹെ, ഉസ്കെ കാക്ക അവൻ്റെ കൊച്ചച്ഛൻ ഗാവ് സെ സബ്ജി ലാത്തെ ഹെ, ഗ്രാമത്തിൽ നിന്ന് സബ്ജി പച്ചക്കറികൾ കൊണ്ടുവരും. അവർ ഉൻകെ ദോനോ ബേട്ടെ ഹുക്കും ചന്ദ് മിൽക്കെ ആകെ ലഗാത്തെ ഹെ, അദ്ദേഹത്തിൻ്റെ കൊച്ചച്ഛൻ്റെ രണ്ട് മക്കളും ഹുക്കും ചന്ദ് മില്ലിൻ്റെ സമീപത്താണ് പച്ചക്കറി വിൽക്കുന്നത്. ഹർ ദിൻ 50 रुपये भी कमाना बड़ी बात है, ദിവസവും 50 രൂപ കിട്ടിയാൽ അത് വലിയ കാര്യമാണ്. अब तो घर में वह और उसकी माँ ही है, അപ്പോൾ വീട്ടിലും ഇമ്മിയുടെ മാതാവും മാത്രമേ ഉള്ളൂ. ബഹിൻ की शादी हो चुकी है, സഹോദരിയുടെ വിവാഹം നടന്നു കഴിഞ്ഞു. फुटबॉल बहुत पसंद होने पर भी उसके अच्छे खिलाड़ी होने पर भी उससे रोजी रोटी नहीं मिलती. ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്, ഫുട്ബോളിൻ്റെ വളരെ നല്ല കളിക്കാരനാണ്, എന്നിട്ടും ഉപജീവനത്തിന് വേണ്ടി ഭക്ഷണത്തിൻ്റെ കാര്യം നടക്കുന്നില്ല. और अचानक मरे पिता के स्थान पर उन्हीं का काम करके आजीविका चलाने का उसका दृढ़ निश्चय सराहनीय है. അച്ചാനക് മരേ പിതാക്കെ സ്ഥാൻ പർ, പെട്ടെന്ന് മരണം അടഞ്ഞ പിതാവിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം ചെയ്യുന്ന ജോലി ചെയ്ത് ആജീവിക ഉനീക കാം കർക്കെ ആജീവിക ചലാനേക്ക ഉസ്കാ ദൃഢനിശ്ചയ്, അദ്ദേഹത്തിൻ്റെ അതേ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുക എന്ന് പറയുന്ന അവൻ്റെ ദൃഢനിശ്ചയം സരാഹനീയ പ്രശംസനീയമാണ്. पिता की अकाल मृत्यु से इम्मी के मन का फुटबॉल खिलाड़ी भी मार जाता है. അപ്പോൾ പിതാവിൻ്റെ അകാല മൃത്യുവിനോടൊപ്പം ഇമ്മിയുടെ മനസ്സിലെ ഫുട്ബോൾ കളിക്കാരനും മരണപ്പെട്ടു കഴിഞ്ഞു. छोटा लड़का होने पर भी वह अपने भविष्य के बारे में पक्का फैसला लेता है. ഒരു ചെറിയ കുട്ടിയായിരുന്നിട്ട് കൂടിയും തൻ്റെ ഭവിഷ്യക്കെ ബാരേമേ ഭാവിയെക്കുറിച്ച് പക്ക ഫൈസല ദേത്താ ഹെ, ഉറച്ച തീരുമാനമെടുക്കുകയാണ് ഇമ്മി. 4-5 साल बाद की एक शाम में स्कूल के मैदान में लेखक ने किसको खेलते देखा वह कैसा था. 4-5 വർഷങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം സ്കൂൾ മൈതാനത്ത് ആര് കളിക്കുന്നതാണ് ലേഖകൻ കണ്ടത്, അതെങ്ങനെയായിരുന്നു? 4-5 साल बाद एक शाम बच्चे स्कूल के मैदान पर फुटबॉल खेल रहे थे. 4-5 വർഷങ്ങൾക്ക് ശേഷം, അതായത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് 4-5 വർഷങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം കുട്ടികൾ സ്കൂൾ മൈതാനത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു. തഭി ബാരിഷ് ആകി, അപ്പോൾ മഴ വന്നു. അന്ധേരാ സാ ഹോ ഗയാ, ഇരുട്ട് പോലെയായി.
ലേക്കിൻ ഖേൽ ബന്ദ് നഹീ ഹുവ. കുട്ടികൾ അങ്ങനെ ഇങ്ങനെ ഒന്നും പിരിഞ്ഞു പോകില്ല. അപ്പം കളി നിർത്തിയിരുന്നില്ല. കുച്ച് ബच्चे ബാരിഷ് മേ തർബത ഭീഗ്തേ ഹുയെ ഭീ ഖേൽ രഹേ थे. കുറച്ച് കുട്ടികൾ ഈ മഴയിൽ തുടർച്ചയായിട്ട് നനഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നു. അച്ചാനക് ഏക് ലംബ ചൗഡ ആദ്മി പതാ നഹീ കഹാം സെ ആയ. പെട്ടെന്നൊരു പൊക്കോ മണ്ണൊക്കെ കൂടിയൊരു മനുഷ്യൻ എവിടുന്നോ ഓടി വന്നു. അവർ ബच्चों के साथ खेलने लगा. കുട്ടികളോടൊപ്പം കളിക്കാൻ തുടങ്ങി. और वह बच्चों को छका रहा था और उससे लड़कने चिपकने बावजूद बच्चे उससे गेंद नहीं छीन पा रहे थे. वह बच्चों को छका रहा था. കുട്ടികളെ വെട്ടിച്ച് ഓടിക്കൊണ്ടിരുന്നു. അവർ ഉസ്സെ ലടക്തെ ചിപക്തെ. കുട്ടികൾ അയാളുടെ ചുറ്റും കടിച്ചു തൂങ്ങിയിട്ട് പിടിച്ചിരുന്നിട്ട് പോലും ബच्चे उससे गेंद नहीं छीन पा रहे थे. കുട്ടികൾ ചീൻ പാനാണ് തട്ടിപ്പറിച്ചെടുക്കുക. അപ്പോൾ കുട്ടികൾ അയാളുടെ അടുത്ത് പറ്റി പിടിക്കുകയും തൂങ്ങിക്കിടക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും കുട്ടികൾക്ക് അയാളിൽ നിന്ന് പന്ത് തട്ടിപ്പറിച്ചെടുക്കാൻ സാധിച്ചില്ല. കണ്ടേ ബർബാദ് വഹ ആദ്മി अपने कपड़े निचोड़ता चुपचाप उधर चला गया जहां सड़क किनारे पर एक सब्जी का ठेला तेज बरसात में लावारिस सा खड़ा था. അപ്പോൾ ചുപ്ചാപ്പ് ഖണ്ഡേ ബർബാദ് 1 മണിക്കൂറിന് ശേഷം വഹ ആദ്മി ആ മനുഷ്യൻ അപ്പനെ കപ്പടെ നിച്ചോടുത്ത തൻ്റെ വസ്ത്രം പിഴിഞ്ഞുകൊണ്ട് ചുപ്ചാപ്പ് ഉധർ ചലാകയ നിശബ്ദനായി അങ്ങോട്ട് പോയി. ജഹാം സടക് കിനാരെ പർ ഏക് സബ്ജി കാ ഠേല. റോഡിൻ്റെ ഓരത്ത് ഒരു പച്ചക്കറി വണ്ടി. തേജ് ബർസാത് മേ ലാവാരിസ ഖടാഥ. വലിയ മഴയിൽ ഒരു അനാഥം പോലെ കിടന്നിരുന്ന പച്ചക്കറി വണ്ടിയുടെ സമീപത്തേക്ക് ആ മനുഷ്യൻ പോയി. അത് അമൃതലാൽ ഉർഫി ആയി. അമൃതലാൽ ഉർഫ് ഇമ്മി. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.